ഇന്ന് വീട്ടിൽ രാത്രി ചെല്ലുമ്പോൾ ഉള്ള രംഗമെന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ള മോളുടെ കോലം ഒന്ന് കാണണം. പടച്ചറപ്പേ, പുറത്തിറങ്ങുമ്പോൾ ഹിജാബം ധരിച്ച് നടക്കണം. മലക്ക വീട്ടിൽ ചെന്ന് നോക്കണം. വാപ്പാടെ മുമ്പിലൂടെ, കൂടപ്പിറപ്പിന്റെ മുമ്പിലൂടെ നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാ 18-20 തെക്ക് വടക്ക് നടക്കുന്നത്. അവിടെ ഒന്നുമില്ല. എൻ്റെ പൊന്നാര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാന്ന്. അള്ള പറയുന്നു 3 സമയം. ഈ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ വാതിലി തട്ടിയിട്ട് അനുവാദം ചോദിക്കണം. എന്നിട്ടേ കയറാൻ പാടുള്ളൂ. ചോദിക്കാതെ കയറാൻ പാടില്ല. ഏതു മക്കൾ? 25 വയസ്സുള്ളവനല്ല, 20 വയസ്സുള്ളവനല്ല, 18 വയസ്സുള്ളവനല്ല, പ്രായപൂർത്തിയാകാത്ത ഈ കൊച്ചു മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ആ 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള മക്കള് മാതാപിതാക്കളുടെ റൂമിൽ കയറണമെങ്കിൽ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോഴൊക്കെയാ? 1 വെളുപ്പാങ്കാലം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ ഉമ്മാടെയോ വാപ്പാടെയോ റൂമിൽ അനുവാദം ചോദിക്കാതെ കയറരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ 3 സമയത്തിന്റെ പ്രത്യേകത എന്താ? ഈ 3 സമയത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയട്ടെ. വേണോ വേണ്ടേ? ഒരു ഉദാഹരണം പറയട്ടെ. ഈ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മുണ്ടെടുക്കൂലേ? ഇല്ല, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ടാ കിടന്നുറങ്ങുന്നേ. വെളുപ്പാങ്കാലത്ത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണത് ആ ഉടുത്ത മുണ്ട് എവിടാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണത് ഈ ഉടുത്ത മുണ്ട് കാണുന്നില്ല. അപ്പോഴാ പെണ്ണുമ്പുള്ള അതോ കട്ടിലടി കിടക്കണ മനുഷ്യനാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് വാപ്പായി ഉമ്മായി റൂമിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്ന സമയം അനുവാദം ചോദിക്കാതെ ഒരു 10 വയസ്സുകാരൻ ബെഡ്റൂമിലേക്ക് കയറി വന്ന ഗോവ കടപ്പുറത്ത് സായിപ്പ് കിടക്കണ പോലെ വാപ്പ കിടക്കണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, അതാ നിങ്ങൾ ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. സ്വന്തം വാപ്പയുടെ അവറത്ത് 10 വയസ്സുകാരനല്ല, 50 വയസ്സുള്ള ഒരാൾക്ക് കണ്ടാൽ എന്തെങ്കിലും തോന്നുമോ? തോന്നില്ല. ഉമ്മാടെ ഔറത്ത് ഈ പ്രായത്തിൽ നിനക്ക് കണ്ടാലും നിനക്കൊന്നും തോന്നില്ല. എന്നിട്ടും അള്ളാഹു പറയുന്നത് കാണണ്ടാന്നാ. വാപ്പയുടേതാണെങ്കിലും ഉമ്മയുടേതാണെങ്കിലും മക്കൾ പോലും കാണരുത്. പിന്നല്ലേ വലിയവരുടെ കാര്യം? ചെറിയവരുടെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പൊ വലിയവരുടെ കാര്യം ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതൊന്നും തെറ്റല്ല. ഇത് പറയുമ്പോൾ ഇയാൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട? എന്നെ വേണമെങ്കിൽ ഇപ്പൊ പരിഹസിക്കും. ഓൻ ചുമ്മാ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ ദുനിയാവില്? ഈ പറയുന്ന രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? കളിയാക്കും, പരിഹാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ദീനാ. ഒരു ജനാസ പോലും കാണാൻ പാടില്ലടാ ചെറുപ്പക്കാരാ. മോനെ, അന്യ പെണ്ണിന്റെ ജനാസ പോലും നിനക്ക് കാണാൻ അനുവാദമില്ല. നിങ്ങളെ ഓടിച്ചെന്ന് മയ്യത്ത് പോലും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പടച്ചവനെ പേടിച്ചു ജീവിക്ക്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാ അല്ലാഹു തരുമെന്ന് പറഞ്ഞ പ്രതിഫലം വല്ലാത്തതാണ്. അല്ലാഹു പറയുന്നത് 2 സ്വർഗം തരാമെന്നാണ്. 2 സ്വർഗം തരാമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാതെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നിവാസം കാണിക്കാനുള്ളതല്ല, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസ് മക്കളെ പടച്ച റബ്ബ് പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ളതാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കണോ? എൻ്റെ പെങ്ങളെ, ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം
സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ, ഉസ്താദന്മാരെ ട്രോളുന്നവരുണ്ടല്ലോ. മക്കളെ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, തുണി ഉടുത്തുകൊണ്ട് നടക്കണോ, ഉടുക്കാതെ നടക്കണോ, ഈ രാജ്യത്തെല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്നാ ഒരു കാര്യം ഓർത്തോ, പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് മാത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും മറക്കല്ലേ. തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, നടുറോഡിൽ നിന്ന് റീൽസ് എടുക്കുന്ന യുവത്വമേ, പടച്ചവനെ പരിഹാസമാണല്ലോ, കളിയാക്കലാണല്ലോ. മക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. മറന്നു പോകരുത്, മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നതിന്ന് വല്ലാത്ത ഹോബിയല്ലേ. എന്നാ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ആരാണെന്ന് പഠിക്ക് പെങ്ങളെ. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ രാത്രിയിൽ വേണം കബറടക്കേണ്ടത്, പകല് കബറടക്കരുതെന്ന് പറഞ്ഞ മഹദിയാ. കാരണം എന്തെന്നറിയുമോ? ജനാസ പകല് കൊണ്ടുപോകുമ്പോ തന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് രാത്രിയിൽ കബറടക്കണമെന്ന് പറഞ്ഞ മഹദിയാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ, അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് ഏതെന്നറിയുമോ? ഈ ആയത്ത് ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്താ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താ. ഈ ആയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഇത് ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ്. ഇതിനകത്ത് അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. പറവകളെ പോലെ നടന്നോ പെങ്ങള്, അടിച്ചുവിട്ട പട്ടം പോലെ നീയൊക്കെ പറന്നു നടന്നോ, എങ്ങനെ വേണമെങ്കിലും നീയൊക്കെ ജീവിച്ചോ. എന്നാൽ അല്ലാഹു പറയുന്നു, ഒരു ദിവസം നീ വീഴും പെങ്ങള്. എടാ ചെറുപ്പക്കാരാ, എത്ര ആഘോഷിച്ചാലും എത്ര അടിച്ചു പൊളിച്ചാലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നീ വീഴുവടാ ചെറുപ്പക്കാരാ. ഒരു ദിവസം നീ വീഴുമടാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ ഓർത്തു വെച്ചോ, നീയൊക്കെ എഴുതി വെച്ചോ. നിന്നെയൊക്കെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്, എന്റെ മുമ്പിൽ നിന്നെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എവിടെ പോയി മോളെ നിന്റെ വാപ്പ? എവിടെ പോയി മോളെ നിന്റെ ഉമ്മ? നിന്റെ കുടുംബത്തിൽ എത്ര സുന്ദരികൾ ഉണ്ടായിരുന്ന പെങ്ങള് ഇന്നെല്ലാവരും എവിടെ പോയി? പറയടാ ചെറുപ്പക്കാരോ, എത്ര ഗ്ലാമറുള്ള അടിച്ചു പൊളിച്ച് നടന്നിരുന്ന പലരും ഇന്ന് പള്ളിപ്പറമ്പിലെ മണ്ണിനടിയിലാടാ. ഈ ബോധമുണ്ടാകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആ പേടിയാണ് വേണ്ടത്, ആ ഭയമാണ് വേണ്ടത്. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അല്ലാഹു കാണുന്നുള്ള ബോധമാണ് വേണ്ടത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവന് പേടിയാടോ, അവന് പേടിയാടോ. അവൻ ആരെയാ പേടിയെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ വല്ലാത്ത ഭയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ
ആ സ്വർഗത്തിൽ കാലാകാലം കിടക്കുന്ന ആ സ്വർഗത്തിന്റെ അവകാശിയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ അടയാളം വസ്വാബിരീന അലാ മാ അസ്വാബഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ദുരിതം വന്നാലും, സങ്കടം വന്നാലും, രോഗം വന്നാലും, കടം വന്നാലും, സന്തോഷം വന്നാലും, ദുഃഖം വന്നാലും അവന് ക്ഷമിക്കുന്നവനാണ്, അവന് ക്ഷമിക്കുന്നവനാണ്. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും അവന് ക്ഷമിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ അടയാളം, അവൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു ഭയമുണ്ടാകും. അല്ലാഹു ആ ഭയം നൽകുമാറാകട്ടെ, അല്ലാഹു ആ ഭയം നൽകുമാറാകട്ടെ. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം കൊടുത്താൽ, എന്തെങ്കിലും ഒരു സങ്കടം കൊടുത്താൽ, എന്തെങ്കിലും ഒരു വേദന കൊടുത്താൽ അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് അവൻ ക്ഷമിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കവിടെയാണ് തെറ്റുപറ്റിയത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ദുരിതമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ കാര്യം 6 എണ്ണമാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങും. ഈമാൻ കാര്യം 6 എണ്ണമുണ്ട്. അള്ളാനെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, വൽഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ഈ ഈമാൻ കാര്യം എന്ന് പറയുന്നത് ഈ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാനെ വിശ്വാസമുണ്ട്, മലക്കുകളെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ കാര്യത്തിൽ മാത്രം ഇത്തിരി സംശയമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 6ാമത്തെ കാര്യം എന്താ? ദുഃഖവും സന്തോഷവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, നല്ലതാകട്ടെ, ദോഷമാകട്ടെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ എപ്പോഴാണോ വിശ്വസിക്കുന്നത് അപ്പോഴേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളെന്താ പറയണേ? നമ്മളെന്താ പറയാ? പടച്ചവനെ, എനിക്കിത് വന്നല്ലോ അല്ലാ, ഞാൻ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, വഅദ് പോയി സദഖ കൊടുക്കും, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും, എന്നിട്ട് എനിക്കിത് വന്നല്ലോ, എനിക്ക് അള്ളാഹു ഇത് തന്നല്ലോ. നമ്മൾ വല്ലാതെ സങ്കടം പറയുന്നവരാ, നമ്മൾ വല്ലാതെ പരാതി പറയുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മളങ്ങനെ പറയരുത്. ഞാൻ ഇന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാൻ ഇറങ്ങി നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിരുന്നു. മുഖത്ത് വല്ലാത്തൊരു സങ്കടം. ആ ചെറുപ്പക്കാരൻ എൻ്റെ ചാരത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എനിക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഞാൻ ചോദിച്ചു, ബ്ലഡ് ക്യാൻസർ വന്ന് എല്ലാവരും മരിച്ചു പോകാറില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധൈര്യമുണ്ടാകാൻ ഞാൻ പലതും പറഞ്ഞു. അവസാനം ഞാൻ ആ ചെറുപ്പക്കാരനോട്, എൻ്റെ മുഖത്തൊരു വാട്ടം ഉസ്താദെ, ഞാൻ വലിയ ഒരു ടെസ്റ്റിന് കൊടുത്തിട്ട് വരികയാ, ആ കുത്തിയെടുത്തതിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ. അള്ളാഹു ആ ചെറുപ്പക്കാരന് ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ സങ്കടങ്ങൾ പറയാം. നമ്മൾ അവിടെയാണ്, പടച്ചവന് എന്തേ അല്ല ഇങ്ങനെയൊക്കെ, അള്ളാഹ്ക്ക് എന്തോ എന്നോട് വൈരാഗ്യവാ. ഏകദേശം ആൾക്കാർ പറയുന്ന ഒരു മറുപടി, അള്ളാഹുവിന് എന്നോട് എന്തോ വൈരാഗ്യമാണെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് ചങ്ങാതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് നിന്നോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്ക്. എടോ, ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബിതങ്ങൾ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ അള്ളാഹു ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്, അല്ലാതെ വേറെ ആരെയല്ല. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാ. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി, ഉമ്മയെ കണ്ട് കൊതി തീർന്നില്ല, തൻ്റെ താങ്ങും തണലുമായിരുന്ന എല്ലാവരും പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മക്കളുടെ ജനാസ ഖബറടക്കിയ വാപ്പയ മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി. ആകെ ഒരു മോള്, ബാക്കി എല്ലാത്തിനെയും അള്ളാഹു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയല്ലോ.
എന്തെല്ലാം പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുത്തു. വെറുപ്പുള്ളത് കൊണ്ടാണോ? അള്ളാഹ്ക്ക് വൈരാഗ്യം ഉള്ളത് കൊണ്ടാണോ? അല്ല. അള്ളാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടമുണ്ടായാൽ അള്ളാഹു അവനെ പരീക്ഷിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയിന റസൂലുള്ളാഹി. അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടം കൂടിയാൽ, അതെങ്ങനെ ഇഷ്ടം കൂടിയ അള്ളാഹു എന്ത് ചെയ്യും? നല്ലതുപോലെ പരീക്ഷണം കൊടുക്കും, സങ്കടപ്പെടുത്തും. ആ സങ്കടപ്പെടുത്തിയതിനു ശേഷം അവസാനം അള്ളാഹു ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരിക്കലും അള്ളാഹുവിന് നമ്മളോട് വാസിയോ വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല. ജീവിതത്തിൽ നമുക്ക് എന്തു പ്രയാസം വന്നാലും നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകണം, അൽഹംദുലില്ലാ പറയുന്നവരാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറഞ്ഞേ, ഒരൽഹംദുലില്ലാ പറ, നല്ലതുപോലെ പറ. സുഖമാണോ? സുഖമാണോ? അൽഹംദുലില്ലാ, ഇതാ നല്ലത്. അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കുക. എല്ലാവർക്കും പറയാൻ പറ്റൂല. അൽഹംദുലില്ലാ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റൂല. അത് നാവിൻ്റെ തുമ്പിൽ വരണമെങ്കിൽ അവൻ അള്ളാഹുവിനോട് വല്ലാത്ത ഒരു സ്നേഹമുണ്ടാകണം. അള്ളാഹു ആ സ്നേഹം നൽകുമാറാകട്ടെ. അള്ളാഹു ആ സ്നേഹം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ പറയുന്നതിലൂടെ വല്ലാത്ത പ്രതിഫലം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുകയാ. റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുമത്രേ, നിങ്ങൾ എന്താണ് ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ടത്തിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞേ? ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ടത്തെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേ? മലക്കുകൾ അത്ഭുതത്തോടെ പറയുന്നു, പടച്ചവനെ, ആ മനുഷ്യൻ അപ്പോഴും നിന്നെ സ്തുതിക്കുന്നു. അല്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യൻ അപ്പോഴും അള്ളാഹിനെ സ്തുതിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു കൊട്ടാരം പണി നിങ്ങൾ സ്വർഗത്തിൽ. അല്ലാഹു പറയുന്നു, സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയാൻ, ഒരു കൊട്ടാരം പണി. എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ വാതിൽ നിങ്ങൾ എഴുതി വെക്കണം, വീട്ടിന്റെ പേരെന്താ? ബൈത്തുൽ ഹംദ്. ഈ അൽഹംദുലില്ലാ പറഞ്ഞവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, പരീക്ഷണങ്ങൾ വലുതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പരീക്ഷിക്കുമെന്ന്. എൻ്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അള്ളാഹു തന്നെ പറയുകയാ. എന്താണ് അള്ളാഹു പറഞ്ഞത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, മുസ്ലിമേ നല്ലതുപോലെ കേട്ടോ. അല്ലാഹു പറയുന്നു, നിന്നെ ഞാൻ ഭയപ്പെടുത്തും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാലു ഭാഗത്തു നിന്നും പടച്ചവനെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് അപവാദങ്ങളും പരിഹാസങ്ങളും കേൾക്കുകയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ തലയെടുക്കാൻ ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്. നബി തങ്ങളും പടച്ചവനെ അലിയാല് തങ്ങളും വീടിന്റെ അകത്തുണ്ട്. ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അവിടുന്ന് തയ്യാറായി ഇറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ പഠിക്കാൻ പറയുകയാണ്, എല്ലാവർക്കും പേടിയാടോ, എല്ലാവർക്കും പേടിയാടോ. എന്തിനാ സഹോദരാ നമ്മൾ പേടിക്കുന്നത്? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ. എന്തിനാ മക്കളെ? നമ്മളെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ലടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങുന്ന മുത്തുനബിയുടെ തലവെട്ടി
വെട്ടിയെടുക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു പിടി മണ്ണ് വാരണം നബിയേ, ഒരു പിടി മണ്ണ് വാരണം നബിയേ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീനിൽ നമ്മൾ ഓതുന്ന ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് ഓതിയിട്ട് മണ്ണിലേക്ക് ഊതണം നബിയേ. വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഊടിപ്പിടിച്ച വാളുമായി തലവട്ടാൻ കാത്തു നിന്നവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ AK-47 പിടിച്ചുകൊണ്ടല്ല ഇറങ്ങിപ്പോയത്, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടല്ല ഇറങ്ങിപ്പോയത്. പടച്ചവനെ, മുത്തുനബി അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ നടന്നു പോയടോ. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാ. നബി തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കറിന്റെ കൈകാല് വിറയ്ക്കുന്നത്. പേടിച്ച് വിറച്ചിരിക്കുന്നു കൊണ്ട് കൈകാല് വിറയ്ക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. എന്തു പറ്റി അബൂബക്കർ, എന്തു പറ്റി അബൂബക്കർ? യാ റസൂലല്ലാഹ്, ശത്രുക്കൾ മുകളിലെത്തി നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവരെങ്ങാണമെന്ന് താഴേക്ക് നോക്കിയാ അവര് നമ്മളെ കാണുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. നമ്മൾ എന്തു ചെയ്യും നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, അബൂബക്കർ, നബി തങ്ങൾ ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കുന്നത്? എന്തേ നബിയെ ചിരിക്കുന്നത്? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാള് നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമതൊരാള് നമ്മുടെ കൂടെയുണ്ട്. ആരാ നമ്മുടെ കൂടെ ഉള്ളതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അബൂബക്കറെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവുണ്ട് അബൂബക്കറെ. മുസ്ലിമേ, പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിന്നെ ഭയപ്പെടുത്തുമെന്ന്, നിനക്ക് സാമ്പത്തിക നഷ്ടം തരുമെന്ന്, നിനക്ക് മാരക രോഗം തരുമെന്ന്, നിന്നെ കൊണ്ട് തന്നെ മക്കളുടെ മയ്യത്ത് കബറടക്കിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയാൻ പഠിച്ചോ. ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് പ്രതിസന്ധി വന്നാലും അൽഹംദുലില്ലാഹ് പറയണേ. എന്ത് രോഗം വന്നാലും അൽഹംദുലില്ലാഹ് പറയണേ. നാളെ +2 റിസൾട്ട് വരികയാണ്. തോറ്റുപോയാ പറയണം ചെറുപ്പക്കാരാ അൽഹംദുലില്ലാഹ്. ജയിച്ചാലും പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരുപാട് പേരുണ്ട്. ക്യാൻസർ വന്നാ കരയുന്നവരുണ്ടല്ലോ, കിഡ്നി തകർന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഏതോ പരീക്ഷണം വന്നാലും പതറാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചു നോക്കി. അവര് പറഞ്ഞു, തങ്ങളെ പ്രശ്നമാണ്, വിരല് പഴുക്കുകയാണ്, വിരല് പഴുക്കുകയാണ്, വിരല് മുറിച്ചു മാറ്റണം തങ്ങളെ. ഉർവതങ്ങൾ സമ്മതിച്ചില്ല വിരല് മുറിച്ചു മാറ്റാൻ. അതാ ദിവസങ്ങൾ കഴിഞ്ഞു. കാലിന്റെ വേദന വല്ലാതെ കൂടുകയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, മറ്റുള്ള വിരലുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. കാൽപ്പത്തി മുറിച്ചു മാറ്റണം തങ്ങള്, കാൽപ്പത്തി മുറിച്ചു മാറ്റണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് മുറിച്ചു മാറ്റണമെന്ന് പറയുകയാണ്. അവസാനം പടച്ചവനെ ഉർവ തങ്ങള് കാല് മുറിക്കാൻ സമ്മതിച്ചു.
വൈദ്യന്മാര് കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വരികയാണ്. ഉർവതങ്ങളുടെ കാല് മുറിച്ചു മാറ്റാൻ അവര് തയ്യാറായി വരികയാണ്. ഉർവതങ്ങളുടെ കയ്യിലേക്ക് കള്ള് കൊണ്ടുവന്നു കൊടുത്തു. ഇത് കുടിക്കണം തങ്ങള്, ഇത് കുടിക്കണം തങ്ങള്. ഉർവതങ്ങള് ചോദിക്കുന്നു, എന്തിനാ കള്ള് കുടിക്കുന്നത്? കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ തങ്ങള്. ഇത് കുടിച്ചാ വേദന കുറച്ചറിയാതിരിക്കുമല്ലോ, ബോധമില്ലാതിരിക്കുമല്ലോ. മഹാനായ ഉർവതങ്ങൾ പറഞ്ഞു, കള്ളില് ശിഫയില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ കുടിക്കാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെയാ തങ്ങള് പച്ചയായ ഒരു മനുഷ്യന്റെ കാലെങ്ങനെ വെട്ടിമുറിക്കാനാണ്? അവസാനം വല്ലാത്ത പ്രശ്നമായി. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, അതിന് കള്ള് കുടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം. എന്താണ് വഴി പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ഞാൻ ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്നു മനസ്സിലായ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. അല്ലാഹുവേ, ഉർവതങ്ങൾ ഒതുപെടുത്തിട്ട് നമസ്കരിക്കാൻ കടന്നു വന്നു. തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്. സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ വൈദ്യന്മാർക്ക് മനസ്സിലായി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന്. സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ ഒരു കാലപടന്ന് വെട്ടിമുറിക്കുകയാ. അവിടുത്തെ ഒരു കാലങ്ങ് മുറിച്ചു മാറ്റി. അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ, അറിഞ്ഞില്ല പെങ്ങള്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ ഒരു കാല് വെട്ടിമുറിച്ചിട്ടു മഹാനവറുകൾ അറിഞ്ഞില്ല. ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയുമോ? സൈത്തണ്ണ തിളപ്പിക്കുകയാ, സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. ആ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കി പെങ്ങള്. അറിഞ്ഞില്ല മോളെ, അറിഞ്ഞില്ല മോളെ. കാരണം ഉർവ റളിയല്ലാഹു തആല അൻഹു ഓതുന്ന ആയത്തേതാ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ോതുന്നത് നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ഓതുകയാണ്. അപ്പോഴാണ് കാലിൽ എണ്ണ മുക്കുന്നത്. ഉർവതങ്ങൾ അറിഞ്ഞില്ല. അവസാനം തളർന്നു വീഴുകയാണ്. വൈദ്യന്മാര് മരുന്ന് വെച്ച് കെട്ടി. ഉർവതങ്ങൾക്ക് ബോധം വരുന്നതും കാത്ത് വൈദ്യന്മാര് നിൽക്കുകയാണ്. അവരുടെ സങ്കടം എന്തെന്നറിയുമോ? കാല് മുറിച്ചത് മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല. കാല് മുറിച്ചെന്ന് പറഞ്ഞ സങ്കടമാകുമല്ലോ അല്ലാ. അതുകൊണ്ട് വൈദ്യന്മാര് സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വരുന്നത്. ഇവിടെ ഉർവതങ്ങൾ എവിടെ, ഉർവതങ്ങൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഓടി വരികയാണ്. വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ ഉർവതങ്ങളെ തിരയുന്നത്? അവര് പറഞ്ഞു, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഏറ്റവും ചെറിയ മകന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. അല്ലാഹുവേ, മരണവാർത്തയുമായി ദാ കുടുംബക്കാരൻ ഓടി വന്നിരിക്കുകയാണ്. ഒന്ന് കാല് മുറിച്ച് കിടക്കുകയാണ്, 2 മകൻ മരിച്ചിരിക്കുകയാണ്. രണ്ടും സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. വല്ലാത്ത സങ്കടമായി, വല്ലാത്ത സങ്കടമായി. ഉർവതങ്ങൾക്ക് ബോധം വന്നപ്പോ അവിടെ പറഞ്ഞു, തങ്ങളെ
കാല് മുറിച്ചു മാറ്റി തങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടത്തെ കാല് മുറിച്ചു മാറ്റി. ഉർവ തങ്ങളുടെ മറുപടി ഇന്നാലില്ലാ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാ. വൈദ്യന്മാര് പറഞ്ഞു തങ്ങള് ഏറ്റവും ചെറിയ മകന് ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി തങ്ങള്. ഉർവതങ്ങൾ പറഞ്ഞു ഇന്നാലില്ലാ അൽഹംദുലില്ലാ. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായടോ. എന്തേ തങ്ങള് മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ സങ്കടപ്പെടാതെ അൽഹംദുലില്ലാ പറയുന്നല്ലോ. കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോ ഉർവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് രണ്ടും എടുത്തില്ലല്ലോ. എത്രയോ പേര് കാലില്ലാത്ത നടക്കാൻ കഴിയാതെ ഇടഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു ഒന്നല്ലേ കൊടുത്തു, ഒരെണ്ണമെങ്കിലും ബാക്കി വെച്ചല്ലോ. അല്ലാഹു 7 മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ അല്ലാഹു ആയുസോടെ തന്നല്ലോ. അൽഹംദുലില്ലാ. ഈ മനസ്സാണോ വേണ്ടത്? ഈ മനസ്സാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു പറഞ്ഞ രണ്ടാമത്തെ അടിമേതാ? ആ അടിമയുടെ അടയാളം എന്തെന്നറിയുമോ? അവന് സങ്കടം വന്നാ, അവന് ദുഃഖം വന്നാ, അവന് പരീക്ഷണം വന്നാ ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് അവന് ക്ഷമിക്കുകയാണ്. അവൻ അൽഹംദുലില്ലാ പറയുകയാണ്. അവൻ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുകയാണ്. ഈ ഒരു സ്വഭാവ ഗുണമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ പറയാമല്ലാത്ത എളുപ്പാണ്. പറയാമല്ലാത്ത എളുപ്പാടോ? അവന്റെ പരീക്ഷണം വരുമ്പോ ക്ഷമിക്കണേ എന്ന് പറയാമല്ലാത്ത എളുപ്പാണ്. നിങ്ങളെ സ്വർഗമാണ് പ്രതിഫലം. മോള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ്. നിങ്ങളെ വായിലൂടെ പതയും നുരയും ഒഴുകുന്ന, കൈകാലുകൾ ഇട്ടടിക്കുന്ന ഒരു രോഗമാണ് അവസ്മാരമെന്ന് പറയുന്ന രോഗം. വല്ലാത്ത വേദനയാണ്, വല്ലാത്ത വേദനയാണ് പെങ്ങള്. അത് വരുന്നവർക്കേ അത് അറിയോ സഹോദരി. മഹാനായ നബി തങ്ങളോട് ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ അവസ്മാര രോഗത്തിന് വല്ലാത്ത വേദനയാ നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. അതുകൊണ്ട് എന്റെ രോഗം മാറാൻ ഒന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു പെണ്ണ് വന്ന് പറയുമ്പോ നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? ഞാൻ ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും. പക്ഷേ നീ ആ വേദന സഹിച്ചാ, ആ രോഗമുണ്ടാകുന്ന സമയത്ത് വേദന നീ ക്ഷമിച്ചാൽ നിനക്ക് അല്ലാഹു അതിനു പകരം സ്വർഗം തരും പെണ്ണേ. ദുആ ചെയ്യണോ സ്വർഗം വേണോ? ദുആ ചെയ്യണോ സ്വർഗം വേണോ? ആ പെണ്ണ് നബി തങ്ങളോട് ചോദിച്ചു, സ്വർഗം കിട്ടുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു സ്വർഗം കിട്ടുമെന്ന്. ആ പെണ്ണ് പറഞ്ഞു, ദുആ ചെയ്യണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരീക്ഷണം വന്നാ ക്ഷമിക്കണേ, ശുക്ർ ചെയ്യണേ, നന്ദിയുള്ളവനാകണേ, നന്ദി കേട് കാണിക്കുന്നവനാകാൻ പാടരുത്. അല്ലാഹുവേ, ക്ഷമിക്കാനുള്ള മനസ്സു നൽകണേ അല്ലാഹ്.